ഉമേഷ് ബാലകൃഷ്ണൻ ജിരാണ്. ഉമേഷ്, ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൻ്റെ ദീർഘമായ എപ്പിസോഡുകൾ, ഏറ്റുമുട്ടൽ കോംപ്രമൈസ്, ഏറ്റുമുട്ടൽ എന്താണ് ആ ഏറ്റുമുട്ടൽ അവസാനിക്കൽ, അങ്ങനെ കുറേ എപ്പിസോഡുകൾ നമ്മൾ കണ്ടു. അതിന് തൊട്ടടുത്ത എപ്പിസോഡായി കാണണോ ഈ പറഞ്ഞ രണ്ട് VC-മാരെ നിയമിക്കലും അതിൻ്റെ തുടർ പ്രതിഷേധങ്ങളും? ഉമേഷ്. തീർച്ചയായും അത്തരമൊരു ആ രീതിയിൽ തന്നെ കാണണം. അത് ഈ രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലെ ചുമതലയേൽക്കാൻ വന്ന സാങ്കേതിക സർവകലാശാല VC-യെ തടയാനുള്ള ശ്രമം ഇടത് സംഘടനാ പ്രവർത്തകരും SFIയും നടത്തിയത്. എന്തായാലും CPM-ന്റെ ആഹ്വാനം അത് കൃത്യമായി ഇടത് സംഘടനാ പ്രവർത്തകരും ഒപ്പം SFIയും ഏറ്റെടുത്തു. എന്തായാലും നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് സാങ്കേതിക സർവകലാശാല VC-യായി ശിവപ്രസാദ് ചുമതലയേറ്റത്. അതിനുശേഷം ഇത്തരത്തിൽ ഭയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി തനിക്കില്ല എന്നുള്ള പ്രതികരണമാണ് ശിവപ്രസാദ് നടത്തിയത്. അതേസമയം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC-യായി സിസ തോമസും ചുമതലയേറ്റു. സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സാങ്കേതിക സർവകലാശാല VC-യായി ഗവർണർ നിയമിച്ചതിനെ തുടർന്ന് ഇപ്പോഴും സർക്കാരിൻ്റെ തുടർ പ്രതികാര നടപടികൾ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് സിസ തോമസ്. അതുകൊണ്ട് തന്നെ സിസ തോമസിൻ്റെ ഒരു നിയമനം സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടികൾക്കെതിരെയുള്ള ഒരു മറുപടി കൂടിയാണ് ഗവർണറിനെ. വിരമിച്ച സിസ തോമസിനെ താൽക്കാലിക ചുമതല നൽകിക്കൊണ്ടാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചത്. സിസ തോമസ് ഏകദേശം 11 മണിയോടുകൂടി ചുമതലയേറ്റു. സിസ തോമസും ശിവപ്രസാദും 24-നോട് സംസാരിച്ചു. സിസ തോമസ് തനിക്ക് പേടിയില്ല എന്ന് താൻ പറയുന്നില്ല, പക്ഷേ എല്ലാവരെയും ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സിസ തോമസ് പ്രതികരിച്ചു. എന്തായാലും ഗവർണർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ നിയമപരമായാണ് പ്രവർത്തിച്ചത്, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ 2 VC-മാരെ നിയമിച്ചത് എന്ന നിലപാടിലാണ് ഗവർണറും ഉള്ളത്. ഓക്കെ, നിയമപരമാണ് പ്രവർത്തിച്ചതെന്ന് ഗവർണർ പറയുന്നു, നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്ന് സർക്കാരും ഇടത് സംഘടനാ പ്രതിനിധികളും പറയുന്നു. എന്തായാലും അത് ഏറ്റുമുട്ടൽ തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കവുമില്ല.